എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ചാനലിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് SCRT റിവിഷൻ സീരീസ് ആണ്. അത് പ്രകാരമുള്ള ക്ലാസ്സുകളാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റിവിഷൻ സീരീസൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരമായി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ കൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരം ഉണ്ടായാൽ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ്, ഈ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. പിന്നെ നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്. അതിൽ ജോയിൻ ചെയ്യാനായിട്ട് കേരള PSC ട്രെൻഡ്സ് അവസാനം Z ആണ്. ഈ മുകളിൽ കാണാൻ ഇതുപോലെ ടൈപ്പ് ചെയ്താൽ ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. ഇല്ലെങ്കിൽ നമ്മളെ ബയോയിലെ ലിങ്കിലും നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെയും കയറാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാം. തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. എനിക്കു ശേഷം പ്രളയം ലൂയി 15 ഞാനാണ് രാഷ്ട്രം ലൂയി 14. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ മേരി ആൻ്റോയിനറ്റ്. വേഴ്സായി കൊട്ടാരം ഇംഗ്ലണ്ട്. തെറ്റായ ജോഡി തിരഞ്ഞെടുക്കാനാണ്. ഉത്തരം ഏതാണ്? ഓപ്ഷൻ D ആണ്. വേഴ്സായി കൊട്ടാരം ഇംഗ്ലണ്ട് എന്നുള്ള ജോഡിയാണ് തെറ്റ്. വേഴ്സായി കൊട്ടാരം എവിടെയാണ്? ഫ്രാൻസിലാണ്. ഫ്രാൻസിലെ ചക്രവർത്തിമാരുടെ കൊട്ടാരമായിരുന്നത് വേഴ്സായി കൊട്ടാരം. അപ്പോൾ എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15 ഞാനാണ് രാഷ്ട്രം, ഐ ആം ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞത് ആരാണ്? ലൂയി 14. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന് മേരി ആൻ്റോയിനറ്റ് ആണ് പറഞ്ഞത്. അത് ലൂയി 15 ഭാര്യയാണെന്ത്? മേരി ആൻ്റോയിനറ്റ്. അവരാണെന്ത് പറഞ്ഞത്? നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15 ഞാനാണ് രാഷ്ട്രം അല്ലെങ്കിൽ ഐ ആം ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞത് ലൂയി 14. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന് പറഞ്ഞത് മേരി ആൻ്റോയിനറ്റാണ്. അപ്പോൾ വേഴ്സായി കൊട്ടാരം എവിടെയാണ്? ഇംഗ്ലണ്ടിലല്ല, ഫ്രാൻസിലാണ്. വേഴ്സായി കൊട്ടാരം എവിടെയാണ്? ഫ്രാൻസിലാണ്. ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടുകളായി തരംതിരിച്ചിരുന്നു. ഈ തട്ടുകൾ അറിയപ്പെടുന്നത് എന്താണ്? റിട്ട്, എസ്റ്റേറ്റ്, ഹോം, സൊസൈറ്റി. ഇപ്പോൾ ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടുകളായിട്ടായിരുന്നു തരംതിരിച്ചിരുന്നത്. ഈ തട്ടുകൾ അറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻ B ആണ്. എസ്റ്റേറ്റുകൾ. 1ാം എസ്റ്റേറ്റ്, 2ാം എസ്റ്റേറ്റ്, 3ാം എസ്റ്റേറ്റ് എന്നിങ്ങനെ 3 തരത്തിലുള്ള തട്ടുകളായിട്ടായിരുന്നു എന്ത് ഫ്രഞ്ച് സമൂഹത്തെ തരംതിരിച്ചിരുന്നത്. അപ്പോൾ ഫ്രഞ്ച് സമൂഹം എന്താണ്? 3 തട്ടുകളിലായിട്ടായിരുന്നു തരംതിരിച്ചിരുന്നത്. അവ അറിയപ്പെടുന്നത് എസ്റ്റേറ്റുകൾ എന്നാണ്. 1ാം എസ്റ്റേറ്റ്, 2ാം എസ്റ്റേറ്റ്, 3ാം എസ്റ്റേറ്റ് എന്നിങ്ങനെ 3 തട്ടുകളായിട്ടായിരുന്നു എന്ത് ഫ്രഞ്ച് സമൂഹത്തെ തരംതിരിച്ചിരുന്നത്. നമ്മൾ പറഞ്ഞു ഫ്രഞ്ച് സമൂഹം 3 തട്ടുകളായിട്ട് തിരിച്ചിരുന്നു. എസ്റ്റേറ്റുകൾ എന്നാണ് അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞു. ഇതിൽ 1ാമത്തെ എസ്റ്റേറ്റിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ എസ്റ്റേറ്റിനെ കുറിച്ചുള്ള പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ്. 1ാമത്തെ എസ്റ്റേറ്റ് പുരോഹിതന്മാരായിരുന്നു. ധാരാളം ഭൂപ്രദേശം കൈവശം വെച്ചു. കർഷകരിൽ നിന്ന് തിത്തേ എന്ന പേരിലുള്ള നികുതി പിരിച്ചു. എല്ലാ തരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. സൈനിക സേവനം നടത്തി. ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചു. അപ്പോൾ ഇതിലേതാണ്? 1ാം എസ്റ്റേറ്റിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഇതിലേതാണ്? സൈനിക സേവനം നടത്തി എന്നുള്ള പ്രസ്താവന എന്താണ്? തെറ്റാണ്. അവർ സൈനിക സേവനം നടത്തിയിട്ടില്ല. എന്നാൽ ഭരണത്തിലെയും സൈന്യത്തിലെയൊക്കെ ഉയർന്ന പദവികൾ എന്ത് ചെയ്തു? നിയന്ത്രിച്ചു. അപ്പോൾ 1ാം എസ്റ്റേറ്റിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് സൈനിക സേവനം നടത്തി എന്നുള്ളതാണ്. ഈ സൈനിക സേവനം നടത്തിയത് ആരാണ്? 2ാം എസ്റ്റേറ്റിലുള്ള പ്രഭുക്കന്മാരാണെന്ത് സൈനിക സേവനം നടത്തിയത്. അപ്പോൾ 1ാം എസ്റ്റേറ്റിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? 1ാമത്തെ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? പുരോഹിതന്മാരായിരുന്നു. 2ാം എസ്റ്റേറ്റ് പ്രഭുക്കന്മാരായിരുന്നു. 3ാം എസ്റ്റേറ്റിലാണെന്ത് ബാക്കിയുള്ള താഴെയുള്ള തൊഴിലാളികളും കച്ചവടക്കാർ അങ്ങനെയുള്ള ബാക്കിയുള്ള ജനങ്ങളൊക്കെ വന്നിരുന്നത് 3ാം എസ്റ്റേറ്റ് ആയിരുന്നു. അപ്പോൾ 1ാമത്തെ എസ്റ്റേറ്റ് പുരോഹിതന്മാരായിരുന്നു. 1ാമത്തെ എസ്റ്റേറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. 1ാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് പുരോഹിതന്മാരായിരുന്നു. അവർ ധാരാളം ഭൂപ്രദേശം കൈവശം വെച്ചു. അതുപോലെ കർഷകരിൽ നിന്ന് തിത്തേ എന്ന പേരിലൊരു നികുതി പിരിച്ചിരുന്നു. ആര്? 1ാം എസ്റ്റേറ്റ്, അതായത് പുരോഹിതന്മാർ. പിന്നെ എല്ലാത്തരം നികുതികളിൽ നിന്ന് എന്ത് ചെയ്തു? ഇവർ ഒഴിവാക്കപ്പെട്ടിരുന്നു. പിന്നെന്താണ്? ഭരണത്തിലെയും സൈന്യത്തിലെയൊക്കെ ഉയർന്ന പദവികൾ നിയന്ത്രിച്ചു. ഭരണത്തിലെയും സൈന്യത്തിലെയും ഒക്കെ എന്താണ്? ഉയർന്ന പദവികൾ നിയന്ത്രിച്ചിരുന്നതും ആരാണ്? ഈ 1ാം എസ്റ്റേറ്റ് ആയിരുന്നു. അപ്പോൾ 1ാം എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അത് പുരോഹിതന്മാരായിരുന്നു. അവർ ധാരാളം ഭൂപ്രദേശം കൈവശം വെച്ചു. കർഷകരിൽ നിന്നും തിത്തേ എന്ന പേരുള്ള നികുതി പിരിച്ചു. അവർക്ക് എന്താണ്? എല്ലാത്തരം നികുതികളിൽ നിന്നും ഇവർ ഒഴിവാക്കപ്പെട്ടിരുന്നു. അതുപോലെ ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികളൊക്കെ നിയന്ത്രിച്ചിരുന്നതും ഈ ഒന്നാം എസ്റ്റേറ്റ് ആരായിരുന്നു. അവരെ ഒന്നാം എസ്റ്റേറ്റിൽ
പുരോഹിതന്മാരും ആയിരുന്നു. ഇനി രണ്ടാമത്തെ എസ്റ്റേറ്റിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ്. സൈനിക സേവനം നടത്തി ആഡംബര ജീവിതം നയിച്ചു. കർഷകരിൽ നിന്ന് പലതരം നികുതികൾ പിരിച്ചു. നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു. വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചു. വിശാലമായ ഭൂപ്രദേശം കൈവശം വെച്ചു. പ്രഭുക്കന്മാർ, കച്ചവടക്കാർ, എഴുത്തുകാർ എന്നിവരായിരുന്നു രണ്ടാം എസ്റ്റേറ്റ്. അപ്പോൾ രണ്ടാമത്തെ എസ്റ്റേറ്റിനെ സംബന്ധിച്ചുള്ള തെറ്റായ പ്രസ്താവന ഇതിലേതാണ്? അവസാനത്തെ പ്രസ്താവനയായിരുന്നു. പ്രഭുക്കന്മാർ, കച്ചവടക്കാർ, എഴുത്തുകാർ എന്നിവരായിരുന്നു രണ്ടാം എസ്റ്റേറ്റ് എന്നുള്ള പ്രസ്താവനയാണ് തെറ്റ്. കാരണം എന്താണ്? രണ്ടാം എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അത് പ്രഭുക്കന്മാർ മാത്രമാണ്. പ്രഭുക്കന്മാർ മാത്രം അടങ്ങിയതാണെന്ത്? രണ്ടാം എസ്റ്റേറ്റ്. കച്ചവടക്കാരും എഴുത്തുകാരും ബാക്കിയുള്ള ആളുകളൊക്കെ വരുന്നത് മൂന്നാം എസ്റ്റേറ്റാണ്. അപ്പോൾ രണ്ടാം എസ്റ്റേറ്റുകാരുടെ പ്രത്യേകതകളൊന്നും കൂടി പറയാം. സൈനിക സേവനം നടത്തി ആഡംബര ജീവിതം നയിച്ചു. കർഷകരിൽ നിന്ന് പലതരം നികുതികൾ എന്ത് ചെയ്തു? ഇവർ പിരിച്ചു. എന്നാൽ ഇവരെന്താണ്? നികുതികളിൽ ഒഴിവാക്കപ്പെട്ടിരുന്നു. അപ്പോൾ ഒന്നാം എസ്റ്റേറ്റുകാരും രണ്ടാം എസ്റ്റേറ്റുകാരൊക്കെ എന്താണ്? നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു. വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചു ആര്? രണ്ടാമത്തെ എസ്റ്റേറ്റുകാർ, അതായത് പ്രഭുക്കന്മാർ. വിശാലമായ ഭൂപ്രദേശവും എന്ത് ചെയ്തു? ഈ പ്രഭുക്കന്മാർ കൈവശം വെച്ചിരുന്നു. അപ്പോൾ പ്രഭുക്കന്മാരാണ് എന്ത്? രണ്ടാം എസ്റ്റേറ്റ്. ഫ്രഞ്ച് സമൂഹത്തിൽ സമൂഹം 3 തട്ടുകളായിട്ടായിരുന്നു. ഒന്നാം എസ്റ്റേറ്റ്, രണ്ടാം എസ്റ്റേറ്റ്, മൂന്നാം എസ്റ്റേറ്റ്. ഒന്നാം എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാരും, രണ്ടാം എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പ്രഭുക്കന്മാരും, മൂന്നാം എസ്റ്റേറ്റിൽ എന്താണ്? കച്ചവടക്കാർ, ഉദ്യോഗസ്ഥർ, തൊഴിലാളികൾ, എഴുത്തുകാർ, അങ്ങനെയുള്ള ബാക്കിയുള്ള എല്ലാ വിഭാഗങ്ങളും മൂന്നാം എസ്റ്റേറ്റും ആണ്. അപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവന അവസാനത്തതാണ്. പ്രഭുക്കന്മാർ മാത്രമാണ് എന്ത്? രണ്ടാമത്തെ എസ്റ്റേറ്റ്. സൈനിക സേവനം നടത്തിയിരുന്നത് ആരാണ്? പ്രഭുക്കന്മാരാണ്. സൈന്യത്തിലെയും അതേപോലെ ഉദ്യോഗസ്ഥ തലങ്ങളിലേക്ക് ഇതൊക്കെ സ്ഥാനങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നത് ആരാണ്? ഒന്നാം എസ്റ്റേറ്റുകാരായ പുരോഹിതന്മാരായിരുന്നു. അപ്പോൾ രണ്ടാം എസ്റ്റേറ്റിനെ സംബന്ധിച്ചുള്ള പ്രസ്താവന ഇതാണ്. ഈ അവസാനത്തെ പ്രസ്താവന, അഞ്ചാമത്തെ ഒഴികെയുള്ള ബാക്കിയെല്ലാം എന്താണ്? രണ്ടാം എസ്റ്റേറ്റിനെ കുറിച്ചുള്ള പ്രസ്താവനയാണ്. അതിൽ അവസാനത്തിൽ പ്രഭുക്കന്മാർ മാത്രമാണ് എന്ത്? രണ്ടാം എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ബാക്കിയുള്ളവർ അതിൽ വരില്ല. അടുത്തത് മൂന്നാം എസ്റ്റേറ്റിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. മൂന്നാം എസ്റ്റേറ്റിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. ഭരണത്തിൽ ഒരു അവകാശവുമില്ല. തൈലെ എന്ന പേരിലുള്ള ഭൂനികുതി സർക്കാരിന് നൽകണം. താഴ്ന്ന സാമൂഹിക പദവി. പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും നികുതി നൽകണം. അപ്പോൾ ഭരണത്തിലൊരു അവകാശവുമില്ല. തൈലെ എന്ന പേരുള്ള ഭൂനികുതി സർക്കാരിന് നൽകണം. താഴ്ന്ന സാമൂഹിക പദവി. പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും നികുതി നൽകണം. അപ്പോൾ ഈ 4 കാര്യങ്ങളും എന്താണ്? മൂന്നാം എസ്റ്റേറ്റിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പോൾ 1, 2, 3, 4 എന്നിവ എന്താണ്? ശരിയാണ്. അപ്പോൾ 4ഉം ശരിയാണ്. അപ്പോൾ മൂന്നാം എസ്റ്റേറ്റിൻ്റെ സംബന്ധിച്ചുള്ള പ്രസ്താവനകൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ മൂന്നാം എസ്റ്റേറ്റുകാരെ കുറിച്ചുള്ളത് എന്താണ്? ഭരണത്തിൽ അവർക്കൊരു അവകാശം ഉണ്ടായിരുന്നില്ല. തൈലെ എന്ന പേരുള്ള ഭൂനികുതി എന്ത് ചെയ്യണം? സർക്കാരിന് നൽകണം. അതുപോലെ ഏറ്റവും താഴ്ന്ന സാമൂഹിക പദവിയായിരുന്നു എന്ത്? മൂന്നാം എസ്റ്റേറ്റുകാർക്ക് ഉണ്ടായിരുന്നത്. പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും എന്താണ്? ഇവർ നികുതി നൽകുകയും ചെയ്യണം. അപ്പോൾ ഇതാണെന്ത്? ഫ്രഞ്ച് സമൂഹത്തിലെ മൂന്നാം എസ്റ്റേറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ആറാമത്തെ ചോദ്യം, ഫ്രഞ്ച് സമൂഹത്തിൽ മൂന്നാം എസ്റ്റേറ്റിൽ ഉൾപ്പെടുന്ന ആളുകൾ ആരൊക്കെയാണ്? നമ്മളിപ്പോൾ ഒന്നാം എസ്റ്റേറ്റ് പറഞ്ഞു ആരാണ്? പുരോഹിതന്മാരാണ്. രണ്ടാം എസ്റ്റേറ്റ് പ്രഭുക്കന്മാരാണെന്ന് പറഞ്ഞു. മൂന്നാം എസ്റ്റേറ്റിൽ ഉൾപ്പെടുന്ന ആളുകൾ ആരൊക്കെയാണ്? കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ. 2 ബാങ്കർമാർ, കർഷകർ, കൈത്തൊഴിലുകാർ. 3 പ്രഭുക്കന്മാർ. 4 പുരോഹിതന്മാർ. അപ്പോൾ ഇത് ഫ്രഞ്ച് സമൂഹത്തിലെ മൂന്നാം എസ്റ്റേറ്റിൽ ഉൾപ്പെടുന്ന ആളുകൾ ആരൊക്കെയാണ്? നമുക്കറിയാം ഇതിൽ 3, 4 എന്താണ്? പ്രഭുക്കന്മാരും അല്ല, പുരോഹിതന്മാരും അല്ല. പുരോഹിതന്മാരെന്താണ്? ഒന്നാം എസ്റ്റേറ്റാണ്. പ്രഭുക്കന്മാർ രണ്ടാം എസ്റ്റേറ്റാണ്. അപ്പോൾ ബാക്കിയുള്ള ഈ പ്രസ്താവന 1ഉം 2ലും വരുന്ന ആളുകളാണെന്ത്? മൂന്നാം എസ്റ്റേറ്റിൽ ഉൾപ്പെടുന്ന ആളുകൾ. അപ്പോൾ മൂന്നാം എസ്റ്റേറ്റിൽ ഉൾപ്പെടുന്ന ആളുകൾ ആരൊക്കെയാണ്? കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അതുപോലെ ബാങ്കർമാർ, കർഷകർ, കൈത്തൊഴിലുകാർ. ഇവരൊക്കെയായിരുന്നു എന്ത്? ഫ്രഞ്ച് സമൂഹത്തിലെ മൂന്നാം എസ്റ്റേറ്റിൽ ഉൾപ്പെടുന്ന ആളുകൾ. ഒന്നുകൂടിയും പറയാം. കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, ബാങ്കർമാർ, കർഷകർ, അതുപോലെ കൈത്തൊഴിലുകാർ. ഇവരൊക്കെയാണ് എന്ത്? ഫ്രഞ്ച് സമൂഹത്തിലെ മൂന്നാം എസ്റ്റേറ്റിൽ ഉൾപ്പെടുന്ന ആളുകളെന്ന് പറയുന്നത്. പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിക്കുകയും യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഫ്രഞ്ച് തത്വചിന്തകൻ ആരാണ്? പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിക്കുകയും യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഫ്രഞ്ച് തത്വചിന്തകൻ ആരാണ്? റൂസോ, മോണ്ടസ്ക്യൂ, വോൾട്ടയർ. ഇവരാരുമല്ല.
റൂസോ, മോണ്ടെസ്ക്യൂ, വോൾട്ടേർ ഇവരാരുമല്ല. അപ്പോൾ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിക്കുകയും യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഫ്രഞ്ച് തത്വചിന്തകൻ ആരാണ്? ആരാണ് ഇതിൽ? റൂസോ ആണോ, മോണ്ടെസ്ക്യൂ ആണോ, വോൾട്ടേർ ആണോ? ഉത്തരം ഏതാണ്? വോൾട്ടേർ ആണ്. വോൾട്ടേർ ആണെന്ത്? പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിക്കുകയും യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഫ്രഞ്ച് തത്വചിന്തകൻ ആരാണ്? വോൾട്ടേർ ആണ്. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ്. ജനങ്ങളാണ് പരമാധികാരി. ആരുടെ വാക്കുകളാണ്? അപ്പോൾ സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചെങ്ങലകളിലാണ് എന്നുള്ള വാക്കും അതുപോലെ ജനങ്ങളാണ് പരമാധികാരി എന്ന വാക്കും ആരുടേതാണ്? വോൾട്ടയർ, റൂസോ, മോണ്ടെസ്ക്യൂ ഇവരാരുമല്ല. ഉത്തരം ആരാണ്? റൂസോ ആണ്. റൂസോയുടെ വാക്കുകളാണെന്ത്? സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന് ലോകപ്രശസ്തമായ വാക്കുകൾ ആരുടേതാണ്? റൂസോയുടെയാണ്. ജനങ്ങളാണ് പരമാധികാരി എന്ന് പറഞ്ഞതും ആരാണ്? റൂസോയാണ്. അപ്പോൾ റൂസോ പറഞ്ഞത് എന്താണ്? സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്നും പറഞ്ഞു. ജനങ്ങളാണ് പരമാധികാരി എന്നും പറഞ്ഞത് ആരാണ്? റൂസോയാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണെന്ത്? റൂസോ. ജനാധിപത്യ റിപ്പബ്ലിക്കിനെ പ്രോത്സാഹിപ്പിക്കുകയും ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിക്കുകയും ചെയ്ത തത്വചിന്തകൻ ആരാണ്? ജനാധിപത്യ റിപ്പബ്ലിക്കിനെ പ്രോത്സാഹിപ്പിക്കുകയും ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നിങ്ങനെ 3 വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിക്കുകയും ചെയ്ത തത്വചിന്തകൻ ആരാണ്? മോണ്ടെസ്ക്യൂ, വോൾട്ടേർ, റൂസോ, അരിസ്റ്റോട്ടിൽ. മോണ്ടെസ്ക്യൂ, വോൾട്ടേർ, റൂസോ, അരിസ്റ്റോട്ടിൽ. ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്. മോണ്ടെസ്ക്യൂ ആണ്. ഓപ്ഷൻ എ മോണ്ടെസ്ക്യൂ ആണ്. മോണ്ടെസ്ക്യൂ ആണ് എന്ത് പറഞ്ഞത്? ജനാധിപത്യ റിപ്പബ്ലിക്കിനെ പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിക്കുകയും ചെയ്ത തത്വചിന്തകനാണ് ആര്? മോണ്ടെസ്ക്യൂ. അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ ആണ്, മോണ്ടെസ്ക്യൂ. ഫ്രാൻസിലെ ജനപ്രതിനിധി സഭ അറിയപ്പെടുന്നത് എന്താണ്? ഫ്രാൻസിലെ ജനപ്രതിനിധി സഭ അറിയപ്പെടുന്നത് എന്താണ്? കോമൺസ്, സ്റ്റേറ്റ്സ് ജനറൽ, എസ്റ്റേറ്റ്, നാഷണൽ അസംബ്ലി. ഫ്രാൻസിലെ ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത് എന്താണ്? ഫ്രാൻസിലെ ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ്, സ്റ്റേറ്റ്സ് ജനറലാണ്. സ്റ്റേറ്റ് ജനറലാണ് എന്ത്? ഫ്രാൻസിലെ ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത്. സ്റ്റേറ്റ്സ് ജനറലാണ് എന്ത്? ഫ്രാൻസിലെ ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഫ്രാൻസിലെ ജനപ്രതിനിധി സഭ അറിയപ്പെടുന്നത് എന്താണ്? സ്റ്റേറ്റ്സ് ജനറൽ. കോമൺസ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഈ സ്റ്റേറ്റ് ജനറലിലും എന്താണ് 3 എസ്റ്റേറ്റുകളെ പോലെ തന്നെ സ്റ്റേറ്റ് ജനറലിലും 3 തട്ടുകൾ ഉണ്ടായിരുന്നു. അതിൽ അവസാന തട്ടുകാരാണെന്ത്? കോമൺസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ എസ്റ്റേറ്റുകൾ നമ്മളറിയാം, ഫ്രഞ്ച് സമൂഹത്തിൽ നിലനിന്നിരുന്ന 3 തട്ടുകളാണെന്ത്? എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. 1ാം എസ്റ്റേറ്റ്, 2ാം എസ്റ്റേറ്റ്, 3ാം എസ്റ്റേറ്റ്. അപ്പോൾ ഫ്രാൻസിലെ ജനപ്രതിനിധി സഭ അറിയപ്പെടുന്നത് എന്താണ്? സ്റ്റേറ്റ്സ് ജനറൽ. സ്റ്റേറ്റ് ജനറൽ എന്നാണെന്ത്? ഫ്രാൻസിലെ ജനപ്രതിനിധി സഭ അറിയപ്പെടുന്നത്. സ്റ്റേറ്റ് ജനറൽ എന്നറിയപ്പെടുന്ന ജനപ്രതിനിധി സഭ എവിടുത്തെയാണ്? ഫ്രാൻസിലെയാണ്. ഫ്രാൻസിലെ ജനപ്രതിനിധി സഭയുടെ പേരാണ് സ്റ്റേറ്റ്സ് ജനറൽ എന്ന്. ഫ്രാൻസിലെ ജനപ്രതിനിധി സഭയുടെ പേരാണെന്ത്? സ്റ്റേറ്റ്സ് ജനറൽ. സ്റ്റേറ്റ്സ് ജനറൽ എന്നറിയപ്പെടുന്നത് എന്താണ്? ഫ്രാൻസിലെ ജനപ്രതിനിധി സഭയാണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, റഷ്യൻ വിപ്ലവം. അപ്പോൾ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. എന്താണ് ഇവർക്ക് നമ്മൾ പറഞ്ഞു സ്റ്റേറ്റ്സ് ജനറലിൽ എന്താണ് 3 തട്ടുകളായിരുന്നു എന്ന് പറഞ്ഞു. അതിൽ താഴെ തട്ടിലുള്ള ആളുകൾക്ക് എന്താണ് വോട്ടിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു? അടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ ഒത്തുകൂടുകയും ഫ്രാൻസിനൊരു ഭരണഘടന ഉണ്ടാക്കുമെന്ന് വാദിക്കുകയും ചെയ്തു. അങ്ങനെ ഒത്തുകൂടിയതിനെ എന്ത്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത്. അപ്പോൾ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഫ്രഞ്ച് വിപ്ലവമാണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രഞ്ച് വിപ്ലവമാണ്. നമുക്കറിയാം ഫ്രഞ്ച് ഓപ്പൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ടെന്നീസ് ടൂർണമെൻറ്റാണ്. ഫ്രഞ്ച് ഓപ്പൺ, ടെന്നീസ് അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഫ്രഞ്ച് വിപ്ലവമാണ് എന്ത്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. അടുത്ത ചോദ്യം, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. താഴെ കുറേ പ്രസ്താവനകളുണ്ട്. അപ്പോൾ അതിൽ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകളാണ്. അതിൽ തെറ്റായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ്. 1ാമത്തെ പ്രസ്താവന നോക്കാം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർന്നു വന്നു. ആ പ്രസ്താവന ശരിയാണ്.
1789 ജൂലൈ 14 ബാർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റിൽ ജയിൽ തകർത്തുകൊണ്ട് ആണ് ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ചത്. അതും ശരിയാണ്. അപ്പോൾ 1789 ജൂലൈ 14 ബാർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റിൽ ജയിൽ തകർത്തുകൊണ്ടാണ് ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ചത്. 1789 ഓഗസ്റ്റ് 12 ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. അതും ശരിയാണ്. 1789 ഒക്ടോബർ പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യം ഉയർത്തി വേഴ്സായ് കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി. ആ പ്രസ്താവനയും ശരിയാണ്. 1791 സെപ്റ്റംബറിൽ പുതുതായി രൂപീകരിച്ച ഭരണഘടനയനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു ദേശീയ റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ ഇതിൽ തെറ്റായത് ഈ അവസാനത്തെ പ്രസ്താവനയാണ് തെറ്റ്. 1791 അല്ല, 1792 സെപ്റ്റംബറിലാണ്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ നോക്കാം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയ വിപ്ലവം ഏതാണ്? ഫ്രഞ്ച് വിപ്ലവമാണ്. 1789 ജൂലൈ 14 ബാർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റിൽ ജയിൽ തകർത്തുകൊണ്ടാണ് ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ചത്. അതും ശരിയാണ്. 1789 ഓഗസ്റ്റ് 12 ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. 1789 ഒക്ടോബറിൽ പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യവുമായിട്ടുകൊണ്ട് വേഴ്സായ് കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി. 1791 അല്ല, 1792 സെപ്റ്റംബറിലാണ് പുതുതായി രൂപീകരിച്ച ഭരണഘടന അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു ജനാധിപത്യ രാജ്യമാക്കി പ്രഖ്യാപിച്ചു. ജനാധിപത്യ ദേശീയ റിപ്പബ്ലിക്കായി കൊണ്ട് ഫ്രാൻസിനെ പ്രഖ്യാപിച്ചു. അപ്പോൾ 1791 സെപ്റ്റംബർ എന്നുള്ളതാണ് തെറ്റ്. 1792 സെപ്റ്റംബറാണ്. 1792 സെപ്റ്റംബറിലാണ് അവർ ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ജനാധിപത്യ റിപ്പബ്ലിക്കായി കൊണ്ട് പ്രഖ്യാപിച്ചത്. 1793 ജൂലൈയിൽ ഫ്രാൻസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി രൂപീകരിച്ച പൊതുസുരക്ഷാ കമ്മിറ്റിയുടെ തലവൻ ആരാണ്? 1793 ജൂലൈയിലാണ് ഫ്രാൻസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി ഒരു പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചത്. അതിൻ്റെ തലവൻ ആരാണ്? മിറാബോ, ഡാൻറ്റൺ, റോബീസ്പിയർ ഇവരാരുമല്ല. മിറാബോ, ഡാൻറ്റൺ, റോബീസ്പിയർ. അപ്പോൾ ഇതിൻ്റെ തലവൻ ആരാണ്? ഓപ്ഷൻ സി ആണ്, റോബീസ്പിയർ ആണ്. മിറാബോവും ഡാൻറ്റനും ഒക്കെ ഇതിലെ അംഗങ്ങളായിരുന്നു. അപ്പോൾ 1793 ജൂലൈയിൽ ഫ്രാൻസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി രൂപീകരിച്ച പൊതുസുരക്ഷാ കമ്മിറ്റിയുടെ തലവൻ ആരാണ്? റോബീസ്പിയർ ആണ്. ആ കമ്മിറ്റിയിലെ അംഗങ്ങളാണ് ആര്? മിറാബോയും ഡാൻറ്റനും. ഡാൻറ്റനും മിറാബോയും ഈ കമ്മിറ്റിയിലെ അംഗങ്ങളാണ്. അപ്പോൾ 1793 ജൂലൈയിലാണ് പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചത്. അതിൻ്റെ തലവൻ ആരാണ്? റോബീസ്പിയർ ആണ്. അംഗങ്ങൾ മിറാബോയും ഡാൻറ്റനുമായിരുന്നു. ഉത്തരം ഓപ്ഷൻ സി ആണ്, റോബീസ്പിയർ ആണ് ഈ ഒരു പൊതുസുരക്ഷാ കമ്മിറ്റിയുടെ തലവൻ. രൂപീകരിച്ചത് 1793 ജൂലൈയിലാണ്. എന്തിനു വേണ്ടിയാണ്? ഫ്രാൻസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചത്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് പറഞ്ഞ ആസ്ട്രിയൻ ഭരണാധികാരി ആരാണ്? അപ്പോൾ ആസ്ട്രിയൻ ഭരണാധികാരിയാണ് പറഞ്ഞത്? ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ ആസ്ട്രിയൻ ഭരണാധികാരി ആരാണ്? മെറ്റേണിക്ക്, വോൾട്ടയർ, മിറാബോ, റോബീസ്പിയർ. ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്, മെറ്റേണിക്കാണ്. അപ്പോൾ ആസ്ട്രിയൻ ഭരണാധികാരിയായ മെറ്റേണിക്കാണ് പറഞ്ഞത്? ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് പറഞ്ഞത്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് പറഞ്ഞത് ആരാണ്? മെറ്റേണിക്കാണ്. വോൾട്ടയറും മിറാബോയും അതുപോലെ റോബീസ്പിയറുമാരാണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് പൊതുസുരക്ഷാ കമ്മിറ്റിയുടെ തലവനാണ് റോബീസ്പിയർ. മിറാബോ ആരാണ്? മിറാബോ അതിലെ അംഗമാണ്. വോൾട്ടയർ ആരാണ്? വോൾട്ടയർ ഫ്രഞ്ച് തത്വചിന്തകനാണ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നേരത്തെ പറഞ്ഞതാണ്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് പറഞ്ഞ ആസ്ട്രിയൻ ഭരണാധികാരി ആരാണ്? മെറ്റേണിക്കാണ് അങ്ങനെ പറഞ്ഞത്. അടുത്തതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിനിൽ അംഗമായ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മക്കായി തൻ്റെ രാജ്യ തലസ്ഥാനത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ട ഇന്ത്യൻ ഭരണാധികാരി ആരാണ്? ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിനിൽ അംഗമായ അതുപോലെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മക്കായി തൻ്റെ രാജ്യ തലസ്ഥാനത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ട ഇന്ത്യൻ ഭരണാധികാരി ആരാണ്? അശോക ചക്രവർത്തി, ഛത്രപതി ശിവജി, ടിപ്പു സുൽത്താൻ, അക്ബർ ചക്രവർത്തി. ആരാണ്?
ഉത്തരം ഓപ്ഷൻ സി ആണ്, ടിപ്പു സുൽത്താനാണ്. ടിപ്പു സുൽത്താനാണെന്ത് ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിനിൽ അംഗമായ ഇന്ത്യൻ ചക്രവർത്തി. അതുപോലെ തൻ്റെ രാജ്യ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് എന്ത് ചെയ്തു, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മക്കായി സ്വാതന്ത്ര്യ മരം നട്ട ഭരണാധികാരിമാരാണ് ടിപ്പു സുൽത്താനാണ്. അതുപോലെ പൗരനായ ടിപ്പു അല്ലെങ്കിൽ സിറ്റിസൺ ടിപ്പു എന്നറിയപ്പെടുന്നതും ആരാണ്, ടിപ്പു സുൽത്താനാണ്. അപ്പോൾ ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിനിൽ അംഗമായ രാജാവെന്ന് ചോദിച്ചാൽ ടിപ്പു സുൽത്താനാണ്. പൗരനായ ടിപ്പു എന്നറിയപ്പെടുന്നത് അത് നമുക്ക് പേരിൽ കിട്ടും, സിറ്റിസൺ ഓഫ് ടിപ്പു എന്ന് പറയുന്നത് ആരാണ്, അതും ആരാണ്, ടിപ്പു സുൽത്താനാണ്. അതുപോലെ തൻ്റെ രാജ്യ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് വെച്ച് എന്ത് ചെയ്തു, ശ്രീരംഗപട്ടണത്ത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മക്കായി മരം നട്ട ചക്രവർത്തി ആരാണെന്ന് ചോദിച്ചാൽ അതും ടിപ്പു സുൽത്താനാണ്. അപ്പോൾ ഈ 3 ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്, ടിപ്പു സുൽത്താൻ എന്നാണ്. സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്, സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്, അരിസ്റ്റോട്ടിൽ, കാൾ മാർക്സ്, റൂസോ, പ്ലാറ്റോ. ആരാണ് സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, റൂസോ ആണ്. റൂസോയുടെ പ്രശസ്തമായ പുസ്തകമാണെന്ത്, സോഷ്യൽ കോൺട്രാക്റ്റ് എന്നത്. റൂസോയുടെ പ്രശസ്തമായ പുസ്തകമാണെന്ത്, സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന പുസ്തകാരുടേതാണ്, റൂസോയുടേതാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, റൂസോ. സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന പുസ്തകാരുടേതാണ്, റൂസോയുടെ പുസ്തകമാണ്. സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന പുസ്തകാരുടേതാണ്, റൂസോയുടെ പുസ്തകമാണ്. അടുത്ത ചോദ്യം, നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്ത വർഷം. നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്ത വർഷം ഏതാണ്? 1796, 1797, 1798, 1799. നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ത് ചെയ്തു, ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്തു. അദ്ദേഹം അധികാരം പിടിച്ചെടുത്ത വർഷം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, 1799. 1799 നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്തത്. അപ്പോൾ നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്ത വർഷം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, 1799. നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്ത വർഷം 1799. 1799, 1800 ഒന്ന് കുറവ്. 1799 നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്തത്. നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്ത വർഷം എന്ന് പറയുന്നത് ഏതാണ്? 1799. നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസ് പിടിച്ചടക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ഭരണപരിഷ്കാരങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്താനാണ്. അപ്പോൾ താഴെ കുറച്ച് ഭരണപരിഷ്കാരങ്ങൾ തന്നിട്ടുണ്ട്, അതിൽ നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ഭരണപരിഷ്കാരങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്താനാണ്. നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ത് ചെയ്തു, ഫ്രാൻസിൽ കുറച്ച് ഭരണപരിഷ്കാരങ്ങൾ നടത്തി. ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഏകദേശം അതിലെ ആശയങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഭരണപരിഷ്കാരമായിരുന്നു ആര് നടത്തിയത്? നെപ്പോളിയൻ ബോണപ്പാർട്ട് നടത്തിയത്. ഏകാധിപതി ആയിരുന്നുവെങ്കിലും ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഭരണപരിഷ്കാരമായിരുന്നു ആര്? നെപ്പോളിയൻ ബോണപ്പാർട്ട് നടത്തിയത്. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്താനാണ്. നോക്കാം. കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി. അതെന്താണ്? ശരിയാണ്, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഒരു ആശയമായിരുന്നു ഇത്. പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു. അതും ശരിയാണ്. ഗതാഗത പുരോഗതിക്കായി നിരവധി റോഡുകൾ നിർമ്മിച്ചു. ശരിയാണ്. പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. അതും ശരിയാണ്. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. ശരിയാണ്. ജനാധിപത്യ ഭരണം സ്ഥാപിച്ചു. അതെന്താണ്? തെറ്റാണ്. ഏകാധിപത്യ ഭരണമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമസംഹിതയുണ്ടാക്കി. അതും എന്താണ്? ശരിയാണ്. ഒരു ഏകാധിപതിയാണെങ്കിൽ പോലും എന്താണ്, നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഏകദേശം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു ഭരണപരിഷ്കാരമായിരുന്നു. അപ്പോൾ കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി. പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു. ഗതാഗത പുരോഗതിക്കായി നിരവധി റോഡുകൾ നിർമ്മിച്ചു. പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് പുതിയ ഒരു നിയമസംഹിത ഉണ്ടാക്കി. ഈ കാര്യങ്ങൾ എന്താണൊക്കെ നെപ്പോളിയൻ ബോണപ്പാർട്ട് നടത്തിയ ഭരണപരിഷ്കാരങ്ങളാണ്. അപ്പോൾ കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി. പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു. ഗതാഗത പുരോഗതിക്കായി നിരവധി റോഡുകൾ നിർമ്മിച്ചു. പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു.
നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് പുതിയ ഒരു നിയമസംഹിത ഉണ്ടാക്കി. ഇതിപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പാണ്. എന്നാൽ ഇതിൽ നമുക്ക് സെപ്പറേറ്റഡായി ചോദിക്കാൻ സാധ്യതയുള്ള 2 ചോദ്യങ്ങളാണ്. എന്ത്? സിങ്കിങ് ഫണ്ട്, പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചത് ആരാണ്? നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. അപ്പോൾ ഫ്രാൻസിൽ സിങ്കിങ് ഫണ്ട് രൂപീകരിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. അതുപോലെ എന്താണ്? ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാൽ അതും നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. ഇതെന്താണ്? സെപ്പറേറ്റായി വരുന്ന ചില ചോദ്യങ്ങളാണ്. അപ്പോൾ എന്താണ്? സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചതും അതുപോലെ ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചതും ആരാണ്? നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. അപ്പോൾ നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ ഏതായിരുന്നു? ഏകദേശം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഭരണപരിഷ്കാരമായിരുന്നു ആര്? നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിൽ നടപ്പിലാക്കിയത്. അടുത്ത ചോദ്യം നോക്കാം. യൂറോപ്യൻ സഖ്യ സൈന്യത്തോട് നെപ്പോളിയൻ പരാജയപ്പെട്ട വാട്ടർലൂ യുദ്ധം നടന്ന വർഷം. ഇപ്പോൾ വാട്ടർലൂ യുദ്ധത്തിലാണ് എന്ത്? നെപ്പോളിയൻ ബോണപ്പാർട്ട് പരാജയപ്പെട്ടത്. യൂറോപ്യൻ സഖ്യ സൈന്യത്തോടാണ് എന്ത്? വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയൻ പരാജയപ്പെട്ടത്. അതേതാണ് വർഷം? 1805, 1808, 1812, 1815. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1815. അപ്പോൾ വാട്ടർലൂ യുദ്ധം നടന്നത് വർഷം ഏതാണ്? 1815 ആരൊക്കെ തമ്മിലാണ്? യൂറോപ്യൻ സഖ്യ സൈന്യവും നെപ്പോളിയൻ ബോണപ്പാർട്ടും തമ്മിൽ നടന്ന യുദ്ധമാണ് എന്ത്? വാട്ടർലൂ യുദ്ധം എന്നറിയപ്പെടുന്നത്. 1815 എന്ത്? വാട്ടർലൂ യുദ്ധം നടന്നത്. ഈ യുദ്ധത്തിൽ നെപ്പോളിയൻ ബോണപ്പാർട്ട് പരാജയപ്പെട്ടു. വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ പരാജയപ്പെടുത്തിയ സൈനികനാണ് ആര്? ആർതർ വെല്ലസ്ലി. പഴശ്ശി രാജാവിനോട് യുദ്ധത്തിൽ തോറ്റ സൈന്യാധിപനാണ് ആർതർ വെല്ലസ്ലി. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു? ആർതർ വെല്ലസ്ലി പിന്നെ വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ പരാജയപ്പെടുത്തിയ സൈന്യാധിപനാണ് ആര്? ആർതർ വെല്ലസ്ലി പ്രഭു. അദ്ദേഹമാണ് പിന്നീട് എന്ത്? വെല്ലിംഗ്ടൺ പ്രഭു എന്ന പേരിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി മാറിയത്. അപ്പോൾ യൂറോപ്യൻ സഖ്യ സൈന്യത്തിൻ്റെ തലവനായിരുന്നു ആര്? ആർതർ വെല്ലസ്ലി എന്ന് പറഞ്ഞാൽ നമുക്ക് പഴശ്ശി രാജാവുമായി കണക്റ്റാണ്. പഴശ്ശി രാജാവ് തോൽപ്പിച്ച ആളാണ് ആര്? ആർതർ വെല്ലസ്ലി. അപ്പോൾ ഈ വെല്ലസ്ലിയാണ് എന്ത്? നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ 1815 വാട്ടർലൂ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത്. അപ്പോൾ യൂറോപ്യൻ സഖ്യ സൈന്യവും നെപ്പോളിയൻ ബോണപ്പാർട്ടും തമ്മിൽ നടന്ന യുദ്ധമാണ് എന്ത്? വാട്ടർലൂ യുദ്ധം. 1815. സൈന്യാധിപൻ ആരാണ്? ആർതർ വെല്ലസ്ലി. അദ്ദേഹം കേരളവുമായി കണക്റ്റഡ് എങ്ങനെയാണ്? പഴശ്ശി രാജയും ഏറ്റുമുട്ടി പരാജയപ്പെട്ട ആളാണ് ആര്? ആർതർ വെല്ലസ്ലി. ഈ ആർതർ വെല്ലസ്ലിയാണ് പിന്നീട് വെല്ലിംഗ്ടൺ പ്രഭു എന്ന പേരിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി മാറിയത്. ഈ വീഡിയോയിലെ അവസാന ചോദ്യം നോക്കാം. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഭാഗമായി 1789 ഓഗസ്റ്റ് 12 ദേശീയ അസംബ്ലി നടത്തിയ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെ? ഇപ്പോൾ ഫ്രഞ്ച് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് എന്നാണ്? 1789 1789 ഓഗസ്റ്റ് 12 ഫ്രഞ്ച് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത്. ആ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെ എന്നുള്ളതാണ് ചോദ്യം. ഒന്നാമത്തേത് നോക്കാം. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ തുല്യ അവകാശങ്ങളോടെ സ്വതന്ത്രനായി ജീവിക്കുന്നു. അതെന്താണ്? മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളിലുള്ളതാണ്. എല്ലാ പ്രാണാധികാരവും രാഷ്ട്രത്തിൽ കുടികൊള്ളുന്നു. മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്താനുള്ള അധികാരമാണ് സ്വാതന്ത്ര്യത്തിനുള്ളത്. അതും എന്താണ്? ശരിയാണ്, മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലുള്ളതാണ്. മൂന്നാമത്തേത്, സമൂഹത്തിന് ഹാനികരമാകുന്ന പ്രവർത്തനങ്ങളെ വിലക്കാനുള്ള അവകാശം മാത്രമേ നിയമത്തിനുള്ളൂ. അതും എന്താണ്? അതിൽപ്പെട്ടതാണ്. എല്ലാ രാഷ്ട്രീയ കൂട്ടായ്മകളുടെയും ലക്ഷ്യം മനുഷ്യൻ്റെ സ്വാഭാവികവും അവിഭാജ്യവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. അവ സ്വാതന്ത്ര്യം, സ്വത്ത്, സുരക്ഷിതത്വം, അടിച്ചമർത്തലുകളെ ചെറുക്കൽ എന്നിവയ്ക്കുള്ള അവകാശമാണ്. അപ്പോൾ എന്താണ്? ഈ 4 എന്ത്? മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഈ 4 എന്താണ്? 1, 2, 3, 4 എന്നിവ എന്താണ്? മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ 1789 ഫ്രഞ്ച് ദേശീയ അസംബ്ലി നടത്തിയ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ തുല്യ അവകാശങ്ങളോടെ സ്വതന്ത്രനായി ജീവിക്കുന്നു. 2, എല്ലാ പ്രാണാധികാരവും രാഷ്ട്രത്തിൽ കുടികൊള്ളുന്നു. മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്താനുള്ള അധികാരമാണെന്ത്? സ്വാതന്ത്ര്യത്തിനുള്ളത്. മൂന്നാമത്തേത് എന്താണ്? സമൂഹത്തിന് ഹാനികരമാകുന്ന പ്രവർത്തനങ്ങളെ വിലക്കാനുള്ള അവകാശം മാത്രമേ നിയമത്തിനുള്ളൂ. നാലാമത്തേത്, എല്ലാ രാഷ്ട്രീയ കൂട്ടായ്മകളുടെയും ലക്ഷ്യം മനുഷ്യൻ്റെ സ്വാഭാവികവും അവിഭാജ്യവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. അവ ഏതൊക്കെയാണ്? സ്വാതന്ത്ര്യം, സ്വത്ത്, സുരക്ഷിതത്വം, അടിച്ചമർത്തലുകളെ ചെറുക്കൽ എന്നിവയ്ക്കുള്ള അവകാശമാണെന്ത്? ഈ ഒരു അവകാശം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 കാര്യങ്ങളും എന്താണ്?
1789 ഓഗസ്റ്റ് 12 ഫ്രഞ്ച് ദേശീയ അസംബ്ലി പാസാക്കിയ നടത്തിയ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാനുള്ളത്. ഏകദേശം 21 ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.